ഇന്ത്യക്കുള്ളിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ വിദേശ ശക്തികളെ പരസ്യമായി ക്ഷണിച്ച് രാഹുൽ ഗാന്ധി. ഡീപ് സ്റ്റേറ്റ് ഇൻഫ്ലുവൻസ് വീണ്ടും പുറത്തെടുത്ത രാഹുൽ ഗാന്ധി ജനാധിപത്യപരമായ മാർഗമായ തിരഞ്ഞെടുപ്പിലൂടെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ജനാധിപത്യം തകർന്നു എന്ന വ്യാജ പ്രചാരണത്തിലൂടെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സഹായം വിദേശ രാജ്യങ്ങളിലൂടെ നടത്തുന്ന പ്രചാരണ പരിപാടികളിലൂടെ തുടരുന്നു എന്ന ആക്ഷേപം. വിദേശ ശക്തികളുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് രാഹുലിന്റെ വിദേശ രാജ്യങ്ങളുടെ സന്ദർശനവും പ്രകോപനപരമായ പ്രസംഗങ്ങളും. തെക്കൻ അമേരിക്കയിലെ 4 രാജ്യങ്ങളിലാണ് തുടർച്ചയായി ഇന്ത്യയിലെ ജനാധിപത്യം തകർന്നതായി രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന രാജ്യദ്രോഹമാണ് എന്ന പരാതിയും ഉയരുന്നു. BJP ഉൾപ്പെടെ ഉള്ളവരാണ് രാഹുൽ ഗാന്ധിയുടെ ഈ മാതൃരാജ്യത്തെ താഴ്ത്തിക്കൊണ്ടുള്ള വിദേശ മണ്ണിലെ പ്രസംഗത്തെ വിമർശിച്ചിരിക്കുന്നത്. തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളായ കൊളംബിയ, ബ്രസീൽ, പെറു, ചിലി എന്നിവിടങ്ങളിലെ സർവകലാശാലകളിലും മറ്റും രാഹുൽ ഗാന്ധി പ്രസംഗങ്ങൾ തുടരുകയാണ്. ഇന്ത്യയിലെ ജനാധിപത്യം തകരുന്നു എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗ വിഷയങ്ങൾ. കൊളംബിയയിലെ EIA സർവകലാശാലയിൽ ബൈക്കിനെയും കാറിനെയും താരതമ്യം ചെയ്ത് രാഹുൽ ഗാന്ധി നടത്തിയ മണ്ടൻ പ്രസംഗത്തിനെതിരെ വലിയ ട്രോളുകളാണ് ഉയരുന്നത്. കൊളംബിയയിലെ മെഡലിൻ യൂണിവേഴ്സിറ്റിയിലും രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ വരുന്നതേയുള്ളൂ. ഇനി ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളായ അമേരിക്കയും ബ്രിട്ടനുമെല്ലാം ഇന്ത്യയെ രക്ഷിക്കേണ്ടതുണ്ട് എന്ന സൂചനയും രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗങ്ങളിലൂടെ നൽകിയിരുന്നു. ഇതിനർത്ഥം ഇന്ത്യക്കുള്ളിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ വിദേശ ശക്തികളുടെ ഇടപെടൽ ഉണ്ടാകണം എന്ന അഭ്യർത്ഥന തന്നെയാണ് രാഹുൽ ഗാന്ധി പരോക്ഷമായി നൽകുന്നത്. അതായത് ജനാധിപത്യപരമായ മാർഗമായ തിരഞ്ഞെടുപ്പിലൂടെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ സാധിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ജനാധിപത്യം തകർന്നു എന്ന വ്യാജ പ്രചാരണത്തിലൂടെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സഹായം വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന പ്രചാരണ പരിപാടികളിലൂടെ അഭ്യർത്ഥിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളെ ആകർഷിക്കാൻ കൂടിയാണ് രാഹുൽ ഗാന്ധി ഇത് ചെയ്യുന്നത്. ഇതോടെ പല രീതിയിൽ പുറത്തുനിന്നുള്ള സഹായവും ലഭിക്കുമെന്ന് രാഹുൽ പ്രതീക്ഷിക്കുന്നു. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളായ കൊളംബിയ, പെറു, ലിമ എന്നിവിടങ്ങളിലെ NGOകളുമായാണ് രാഹുൽ കൈകോർത്തിരിക്കുന്നത്. രാഹുലിന്റെ ഈ സന്ദർശനം തന്നെ വിദേശ ശക്തികളുടെ ഗൂഢാലോചനയുടെ ഫലമായുള്ളതാണെന്നും കരുതുന്നു. അതേസമയം ട്രംപ് വിചാരിച്ചാൽ സോറോസിനെ പൂട്ടാനാകില്ലേ എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായാണ് തുടരുന്നത്. ഒന്നുകിൽ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയെ നശിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡീപ് സ്റ്റേറ്റിനെ നശിപ്പിക്കുമെന്നാണ് കുറച്ചുനാൾ മുൻപ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ആദ്യ തവണ നടക്കാതെ പോയ ദൗത്യം ഇക്കുറി ട്രംപിന് നടത്താനാവുമോ എന്ന് ഉറ്റുനോക്കുകയായിരുന്നു ലോകം. കഴിഞ്ഞ വർഷം ട്രംപ് ഈ നിഗൂഢ രാഷ്ട്രത്തെ തകർക്കാനുള്ള ഒരു പദ്ധതി ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയും ചെയ്തിരുന്നു. സർക്കാരിന്റെയും രാഷ്ട്രത്തിന്റെയും താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, സ്വാർത്ഥരായ രാഷ്ട്രീയക്കാർ, അഴിമതിക്കാർ എന്നിവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനും രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ നീതി വ്യവസ്ഥയെ ആയുധമാക്കുന്നത് ചെറുക്കാനുമുള്ളതാണ് പദ്ധതി. ഇതിനായി ഒരു 10 പരിപാടി അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്നു. ഞാൻ ഡീപ് സ്റ്റേറ്റിനെ തകർത്ത് ജനങ്ങൾക്ക് നിയന്ത്രണമുള്ള ഭരണകൂടത്തെ പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. തനിക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ പിരിച്ചുവിട്ട് ട്രംപ് അനുകൂലികളെ പ്രതിഷ്ഠിക്കാനാണ് പദ്ധതിയെന്ന് വിമർശകർ വിമർശിച്ചിരുന്നു. ആദ്യ പ്രസിഡൻസി കാലത്താണ് ഡീപ് സ്റ്റേറ്റിനെതിരെ ട്രംപ് പരസ്യമായി രംഗത്ത് വന്നത്. തന്റെ നയങ്ങൾക്കും സർക്കാരിനുമെതിരെ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുകയാണ് എന്ന ആരോപണവും അദ്ദേഹം ഉയർത്തി. 2016 ട്രംപ് ജയിച്ച തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടു എന്ന ആരോപണം അന്വേഷിച്ചു തുടങ്ങിയ ശേഷമാണ് ട്രംപ് ഡീപ് സ്റ്റേറ്റ് സിദ്ധാന്തം ഏറ്റെടുത്തത്. നേരത്തെ 2023 നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ കോൺട്രാക്ടറായിരുന്ന എഡ്വേർഡ് സ്നോഡൻ സർക്കാർ മറ്റുള്ളവരുടെ സംഭാഷണങ്ങൾ ചോർത്തുന്നതിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. 2014 അദ്ദേഹം പറഞ്ഞിരുന്നു, തീർച്ചയായും ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, എന്നെ വിശ്വസിക്കൂ, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. അമേരിക്കയിലെ ജനങ്ങളിൽ പകുതിയോളം പേരും ഡീപ് സ്റ്റേറ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്തായാലും ട്രംപ് വന്നതോടെ ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടും എന്ന പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യൻ സർക്കാരും. എന്നാൽ രാഹുൽ ഗാന്ധി ഇപ്പോഴും ഇന്ത്യക്കെതിരെ, മോദി സർക്കാരിനെതിരെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വിദേശ രാജ്യങ്ങളിൽ അടിച്ചുവിടുകയാണ്. എന്തായാലും ഒരു രാജ്യദ്രോഹപരമായ പ്രവൃത്തിയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്ന വിമർശനവും ഇന്ത്യയിൽ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.